ഇപ്പോൾ രാവിലെ നമ്മൾ കണ്ടതാണ് അല്ലേ, പല ഇടങ്ങളിലും കോടതി വിധി നടപ്പാക്കുന്നു. പള്ളികളിൽ വടക്കാഞ്ചേരിയിൽ കോടതി വിധി നടപ്പാക്കുന്നതിനിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സംഘർഷം ഉണ്ടാകുന്നു. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അവിടെ പ്രതിഷേധം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. സ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമമുണ്ട് എന്നാണ് ഇപ്പോൾ നിഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അറസ്റ്റിന് വഴങ്ങാതെ ഈ പ്രതിഷേധക്കാർ അവരുടെ പ്രതിഷേധം തുടരുകയാണ്. ചെറുകുന്നം പള്ളി ഏറ്റെടുക്കാൻ ഓർത്തഡോക്സ് വിഭാഗം എത്തിയിട്ടുണ്ട്. സുപ്രീം കോടതി വിധി നടപ്പാക്കണമെന്നാണ് ആവശ്യം. സുപ്രീം കോടതി വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമാണ്. പള്ളിയിലേക്ക് കയറാൻ എത്തിയ ഓർത്തഡോക്സ് സഭാ വിഭാഗം ആണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുകയാണ്. നിഖിലെ, രാവിലത്തെ ആ ഒരു പ്രതിഷേധം അതിപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് മാറുന്നു. അവിടെയുള്ള സ്ത്രീകളെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമം നടന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരം? കൃഷ്ണ, ഏതാണ്ട് 25 വർഷത്തോളമായി അടഞ്ഞു കിടക്കുന്ന ചെറുകുന്നം പള്ളിയിലാണ് ഇപ്പോൾ ആ പള്ളി ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളുമായി ഓർത്തഡോക്സ് വിഭാഗം വിശ്വാസികൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ഒരു കാരണവശാലും തങ്ങൾ പള്ളി വിട്ടു നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാക്കോബായ വിഭാഗം പള്ളിക്ക് മുന്നിൽ കുത്തിയിരിക്കുന്നുണ്ടായിരുന്നു. അവരോട് തഹസിൽദാർ സംഭവ സ്ഥലത്തേക്കെത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. അതായത് കോടതി വിധി നടപ്പാക്കിയേ മതിയാകൂ എന്നുള്ള കാര്യം ഈ വിശ്വാസികളെ, വൈദികരെ അടക്കം അവരറിയിച്ചു. ഇതേ തുടർന്ന് ഈ വനിതാ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് യാക്കോബായ വിഭാഗം ഇതിനോടകം തന്നെ നിലയുറപ്പിച്ചിരുന്നു പള്ളിക്ക് മുന്നിൽ. ഓർത്തഡോക്സ് വിഭാഗം ഈ ചെറുകുന്നം പള്ളിക്ക് തൊട്ടരികിലായി പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ചാപ്പലിന് സമീപത്ത് അവരും ഉണ്ടായിരുന്നു. അവർ ഈ പള്ളിയിലേക്ക് എത്താൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ യാക്കോബായ വിഭാഗം പ്രതിഷേധം ശക്തമാക്കിയത്. അവരോട് വളരെ സമാധാനപരമായി ഈ തഹസിൽദാർ അടങ്ങുന്ന സംഘം ഇവരുടെ അരികിലേക്ക് എത്തിച്ചേർന്ന് നിങ്ങൾ പിരിഞ്ഞു പോകണം എന്നുള്ള ആശയം. ഇപ്പം ടിയർ ഗ്യാസ് പ്രയോഗിക്കാൻ ശ്രമിക്കുകയാണ് പോലീസ്. ഇവരെ ഇവിടെ നിന്ന് മടക്കി അയക്കുന്നതിന് വേണ്ടി കാര്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ തന്നെ ഈ പള്ളിക്ക് മുന്നിൽ നടക്കുന്നു. വടക്കഞ്ചേരിയിൽ 3 പള്ളിയിലാണ് ഈ തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ഈ ചെറുകുന്നം പള്ളിയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കാര്യമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ അരങ്ങേറുന്നത്. ഏത് നിമിഷവും ഇവിടേക്ക് ഈ ഓർത്തഡോക്സ് വിഭാഗം ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. അവർ ഈ പള്ളിയോട് വളരെ ചേർന്ന് തന്നെ ഉണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് തഹസിൽദാർ സംഭവ സ്ഥലത്തെത്തി കോടതി വിധിയുണ്ട്, ഒരു കാരണവശാലും ഇപ്പോൾ ഇത് വീണ്ടും പോലീസ് വൈദികരുമായി സംസാരിക്കുകയാണ്. ചെറിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. വൈദികരുമായി സംസാരിക്കുന്നു, ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനും ശ്രമിക്കുന്നുണ്ട്. ാൻ ശ്രമിക്കുമ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഈ വിശ്വാസികളുടെ, യാക്കോബായ വിഭാഗം വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവർ അറസ്റ്റിന് വഴങ്ങുന്നില്ല, പോലീസിനോട് വഴങ്ങുന്നില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കോടതി വിധി നടപ്പാക്കുക എന്നുള്ള കാര്യമാണ് അവരുടെ മുന്നിലുള്ളത്. കോടതി വിധി അവർക്ക് നടപ്പാക്കിയേ മതിയാകൂ. കാരണം ഒരുപാടധികം പ്രവർത്തകർ, ഒരുപാടധികം വിശ്വാസികൾ, ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാടധികം വിശ്വാസികൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിച്ചേർന്ന് തങ്ങളുടെ പള്ളി, കോടതി വിധി അനുസരിച്ച് തങ്ങൾക്ക് പള്ളി വിട്ടു നൽകണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന് അത് നടപ്പാക്കിയേ മതിയാകൂ. തഹസിൽദാർ അടക്കം സംഭവ സ്ഥലത്തെത്തി ഇവരോട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നെങ്കിലും ഈ യാക്കോബായ വിഭാഗം ഇവിടുന്ന് മാറി നിൽക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നിർബന്ധപൂർവ്വം അവരെ ഇവിടെ നിന്ന് മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ സംഘർഷത്തിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. വിശ്വാസികൾ അവിടെ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല. അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കത്തെ ശക്തമായി തന്നെ അവർ ഒരുമിച്ച് നിന്ന് എതിർക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ബലപ്രയോഗത്തിന് പോലീസ് കടക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി നോക്കേണ്ടത്. പല പള്ളികളിലും നമ്മൾ ഇതേ ദൃശ്യങ്ങൾ കാണാറുണ്ട്. പലപ്പോഴും പോലീസ് അവസാനം പിന്മാറുകയാണ് പതിവ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ പോലീസ് എത്തും, കോടതി വിധി നടപ്പാക്കും എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് രാവിലെ മുതൽ അവിടെ വിശ്വാസികളുടെ വലിയൊരു കൂട്ടം അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതിഷേധം രാവിലെ മുതൽ തുടങ്ങിയതാണ്. പോലീസ് എത്തി നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് ഈ സംഘർഷങ്ങളിലേക്കെല്ലാം കാര്യങ്ങൾ പോകുന്നത്. വടക്കഞ്ചേരിയിലാണ് ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിൽ കോടതിയുടെ വിധി നടപ്പാക്കാൻ പോലീസ് എത്തിയത്. വലിയ സംഘർഷാവസ്ഥ. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ചെറിയ രീതിയിൽ ഒന്ന് സമാധാനമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പോലീസ് വലിയ ബലപ്രയോഗത്തിലേക്ക് ഇപ്പോൾ നീങ്ങുന്നില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, ആ വലിയൊരു സംഘർഷാവസ്ഥ അതിനൊരു അയവ് വന്നിട്ടുണ്ടോ ഇപ്പോൾ?
നേരിയ അയവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അവരെ വനിതാ പ്രവർത്തകരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തെ ശക്തമായി തന്നെ വിശ്വാസി സമൂഹം എതിർക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതേ തുടർന്ന് ഇപ്പോൾ അല്പം മാറി നിൽക്കുകയാണ്, പോലീസ് സംഘം അല്പം മാറി നിൽക്കുകയാണ്. എന്നാൽ ഒരു നിലയ്ക്കും തങ്ങളുടെ പള്ളി വിട്ടു നൽകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് തന്നെ ഏതായാലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കാം. കാരണം പോലീസ് വലിയൊരു ബലപ്രയോഗത്തിലേക്ക് കടക്കുന്നില്ല.